നമ്മൾ മൺചിത്രത്താഴെ കണ്ടതാണ്. അത്രയും ഒരു എഫക്റ്റ് തോന്നിയില്ല. എനിക്കൊന്ന് എഡിറ്റിങ്ങിൻ്റെ അല്ല എന്താ പറയുന്ന 4K ആക്കിയതിൻ്റെ കണ്ടിട്ടുണ്ട്. പക്ഷെ കഥയൊക്കെ ഇപ്പോഴാണ് നല്ലോണം ഒന്നുകൂടെ മനസ്സിലായത്. ആ ഒരു പരിമിതമായ സാഹചര്യത്തിലെടുത്ത ഒരു ക്ലാസിക്കാണ്. മലയാള സിനിമയുടെ എക്കാലത്തെ മികച്ച ഒരു ചരിത്ര സിനിമയാണ്. ഇപ്പോൾ കണ്ടപ്പോഴത്തേക്ക് വീണ്ടും അത് കാണണമെന്നുള്ള വീണ്ടും കാണണമെന്നുള്ള ഒരു തോന്നലുണ്ട്. നല്ല സിനിമ. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ കഥയൊക്കെ ഇപ്പോഴാണ് നല്ലോണം ഒന്നുകൂടെ മനസ്സിലായത്. തിയേറ്ററിൽ കണ്ടോ അല്ലെ വീട്ടിലാണോ കണ്ടത്? തിയേറ്ററിലാണ് കണ്ടത്. ഇതിനുമ്പ് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ അല്ലെ വീട്ടിലാണോ കണ്ടത്? കണ്ടിട്ടില്ല. നല്ല സിനിമയാണ്. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കളറിൽ കാണുന്നത് വളരെ മനോഹരമായിരുന്നു. പണ്ട് തിയേറ്ററിലാണോ കണ്ടത്? തിയേറ്ററിലാണ് കണ്ടത്. എന്താ വ്യത്യാസം എന്താ എടുത്ത് പറ ഇപ്പോൾ കണ്ടപ്പോഴത്തേക്ക് വീണ്ടും അത് കാണണമെന്നുള്ള വീണ്ടും കാണണമെന്നുള്ള ഒരു തോന്നലുണ്ട്. നല്ല എടുത്തിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. നല്ല അന്നത്ത് കണ്ടതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ടുണ്ട്. ക്വാളിറ്റി കുറച്ച് നല്ലതാണ്. 4K അറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു നമ്മൾ മൺചിത്രത്താഴെ കണ്ടതാണ്. അത്രയും ഒരു എഫക്റ്റ് തോന്നിയില്ല. എനിക്കൊന്ന് എഡിറ്റിങ്ങിൻ്റെ അല്ല എന്താ പറയുന്ന 4K ആക്കിയതിൻ്റെ തോന്നുന്നുണ്ടോ? ബ്ലർ എന്ന് വെച്ചാൽ ചില സീൻസ് അവർക്ക് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഫിലിം ഉണ്ടായിരിക്കത്തില്ലായിരിക്കും. അതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചിലത് പഴയത് തന്നെ ആയിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. മൺചിത്രത്താഴ് ഞാൻ കണ്ടായിരുന്നു, ഇവിടെ തന്നെ കണ്ടത്. പക്ഷെ അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അവർ ഈ റേഷ്യോ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൂം ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനേക്കാൾ പഴയ മറ്റേ പെട്ടി റേഷ്യോ ഉണ്ടല്ലോ, പടം അതിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ തന്നെ കാണിച്ചാൽ മതി. കുറച്ച് അങ്ങനെയായിരുന്നല്ലോ, അങ്ങനെയായിരുന്നു. ശരി, അതായിരുന്നു. അതുകൊണ്ട് അത്ര അത് നല്ലതായിട്ട് ഇല്ല. പക്ഷേ ഇത് അത്ര ഇത് തോന്നിയില്ല. പിന്നെ ബാക്കി സിനിമയുടെ കാര്യം പറയണ്ട. സൗണ്ട് അടിപൊളിയാണ്. സൗണ്ട് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ എന്ന് വെച്ചാൽ ആൾക്കാരുടെ വോയിസ് ആണെങ്കിലും അവരത് കട്ട് ചെയ്തിട്ട് പിന്നീട് അവർ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ്. പക്ഷെ നന്നായിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടുകളാണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ട്. വിഷ്വലി കുറച്ചുകൂടി ചെയ്യാൻ എനിക്കൊന്ന് വേറെ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടുണ്ട്. തിയേറ്ററിന് മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല. എവിടെന്നാ പണ്ട് കണ്ട് ഓർമ്മ ഉണ്ടോ? അത് കലാഭവനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒത്തിരി പ്രാവശ്യം TV വന്ന് കണ്ടിട്ടുണ്ട്. സൂപ്പറല്ലേ? സൂപ്പർ. വടക്കം വീരാത എന്ന് പറയുന്നത് സിനിമയെക്കുറിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. 35 വർഷം മുമ്പ് അന്നത്തെ ആ ഒരു പരിമിതമായ സാഹചര്യത്തിലെടുത്ത ഒരു ക്ലാസിക്കാണ്. മലയാള സിനിമയുടെ എക്കാലത്തെ മികച്ച ഒരു ചരിത്ര സിനിമയാണ്. പക്ഷേ അന്ന് തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ല. TV-യിലും പിന്നെ 1-2 ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇപ്പോഴത്തെ സാങ്കേതിക മികവിൽ 4K മികവോടെ ശബ്ദ ഗാംഭീര്യത്തോടെ ഇത് ഇറക്കാൻ സാധിച്ചത്, അത് കാണാൻ സാധിച്ച ഒരു മഹാഭാഗ്യം തന്നെയാണ്. അതിന് മുതിർന്ന ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം നന്ദി രേഖപ്പെടുന്നു. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഈ സിനിമ കാണാൻ പറ്റിയൊരു അവസരമാണ്. കാരണം ഇത് മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ചൊരു ചരിത്ര സിനിമയും ചരിത്രമായ സിനിമയുമാണ്. അത് വീണ്ടും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കണ്ട പടമല്ലേ, അപ്പോൾ തിയേറ്ററിലേക്ക് വന്നപ്പോഴേ എന്തൊക്കെ വ്യത്യാസം തോന്നി? സൗണ്ടൊക്കെ എങ്ങനെയുണ്ടോ? സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ TV-യിൽ മാത്രമേ കണ്ടുള്ളൂ. ആദ്യമായിട്ട് തിയേറ്ററിൽ. സൗണ്ടും കാര്യങ്ങളൊക്കെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടോ? സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്.